ഫലസ്തീനിൽ നിന്നുള്ള യുദ്ധവാർത്തകൾക്കിടയിൽ പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം നമുക്കറിയാം, ഷിഫ ഹോസ്പിറ്റലിൽ അതിശക്തമായ ആക്രമണം ഇസ്രായേലിന്റെ സൈനികർ അഴിച്ചുവിടുന്നു. ഈ ഷിഫ ഹോസ്പിറ്റലിന്റെ ഡ്രൈനേജിന്റെ ഭാഗത്ത് വന്ന് ഇത് ഹമാസിന്റെ തുരങ്കമാകുന്നു, അതുകൊണ്ടാണ് ഹോസ്പിറ്റലുകൾ ലക്ഷ്യം വെച്ചത് എന്നൊക്കെ വന്ന് മീഡിയയുടെ മുന്നിൽ സംസാരിച്ചിരുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ സ്പോക്സ്മാനാണ് അദ്ദേഹം ഇപ്പോൾ സൈനിക നടപടി പരാജയമാണെന്നും മാത്രമല്ല ഹമാസിനെ അവസാനിപ്പിക്കാം, ഇല്ലാതാക്കാം എന്ന കാഴ്ചപ്പാട് അതൊരു മിഥ്യാധാരണയാണ് എന്നും വളരെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഹമാസ് പാഠം 1ഉം 2ഉം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ കാഴ്ചപ്പാടുകളാണ് സൈനിക നേതൃത്വം ഉന്നയിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വാർ ക്യാബിനറ്റിന് തീരുമാനിച്ചാൽ മതി, നടപ്പാക്കേണ്ടത് സൈനികരാണ്. നടപ്പിലാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത് സൈനിക നേതൃത്വത്തിനാണ് കൂടുതൽ അറിയുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം നഗ്ന സത്യങ്ങളാണ് ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതേ സമയത്ത് നെതന്യാഹു 2 ദിവസം മുമ്പാണ് പറഞ്ഞത്, ഇസ്രായേൽ എന്നത് ഒരു ഭരണകൂടമുള്ള സൈന്യമല്ല, നേരെ മറിച്ച് സൈന്യമുള്ള ഭരണകൂടമാണ് എന്ന്. അതായത് ഭരണകൂടം തീരുമാനിക്കുന്നത് എന്താണോ അത് നടപ്പിലാക്കുക, സൈനികർ ഇങ്ങോട്ട് തീരുമാനം വിളമ്പിത്തരേണ്ട ആവശ്യമില്ല എന്നാണല്ലോ ഈ ധ്വനി. എന്നാൽ ഇപ്പോൾ ഈ ഭിന്നിപ്പ് മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നു, ഹമാസ് എന്നത് ഒരു സംഘമാണ്, ഒരു മുസ്ലിം സമൂഹത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണത്, അതിനെ ഇല്ലായ്മ ചെയ്യാനോ അല്ലെങ്കിൽ നിഷ്കാഷണം ചെയ്യാൻ കഴിയും എന്നത് മിഥ്യാധാരണ മാത്രമാണ്. അതേ സമയത്ത് അതിന് ബദൽ സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കേണ്ടത്. കാരണം ഈ ഫലസ്തീൻ, ഈ പ്രവിശ്യയിലെല്ലാം മുസ്ലിം സമൂഹം വർഷങ്ങളോളം, ആയിരക്കണക്കിന് വർഷങ്ങൾ അവർക്ക് ഇവിടെ പാരമ്പര്യമുണ്ട്. ആ ഫലസ്തീനിലുള്ള ആളുകളെ മൊത്തം നിഷ്കാഷണം ചെയ്ത് ഇല്ലായ്മ ചെയ്യാം എന്നതാണ് നെതന്യാഹുവിന്റെ കാഴ്ചപ്പാടെങ്കിൽ അതൊരിക്കലും തന്നെ ഇവിടെ ഇല്ലാതാവുകയില്ല. നേരെ മറിച്ച് അവിടെയുള്ള ഹമാസ് എന്ന് പറയുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘം, അവരല്ലാത്ത ആളുകൾക്ക് ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നൽകി ആ ഹമാസിന്റെ സ്ഥാനത്ത് നമുക്ക് ഈ ഫലസ്തീനിലുള്ള ആളുകളെ നിർത്തിക്കൊണ്ട് ഒരു പുതിയ ഭരണ സംവിധാനങ്ങളിലേക്ക് നീങ്ങാൻ കഴിയും. അതേ സമയത്ത് പൂർണ്ണമായി ഇവിടുന്ന് ഇല്ലാതാക്കാം എന്ന ധാരണ ഒരിക്കലും തന്നെ വിജയിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ സൈനിക നടപടിയിലൂടെ അവരെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്ന് 9 മാസത്തെ കഠിനമായ യുദ്ധങ്ങൾക്കൊടുവിലാണ് ബോധ്യപ്പെടുന്നത്. അതേസമയം ഇതിന് ബദലായ ഈ സംവിധാനങ്ങളിലേക്ക് നീങ്ങേണ്ടത് അത് ഭരണകൂടമാണ്. സൈനികരായ ഞങ്ങൾക്ക് അതിന് സാധ്യമല്ല. പക്ഷേ ഹമാസിന് ഇല്ലായ്മ ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന് ഭരണകൂടം പറയുന്നുവെങ്കിൽ അത് ഇസ്രായേലിലുള്ള സാധാരണക്കാരായ ആളുകളുടെ കണ്ണിൽ വെണ്ണീര് വാരിയിടുകയാണ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സൈനിക നേതാവാണ്. യഥാർത്ഥത്തിൽ ഇതിന് തന്നെയാണ് പരാജയം എന്ന് പറയുക. ടണലുകൾ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞില്ല, ഹോസ്റ്റേജിനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, സൈനിക നടപടികളിൽ ഹമാസിന് സംഭവിക്കുന്നതിലേറെ ഗുരുതരമായ പരിക്കുകളും മരണവും ഈ സൈനികർക്കിടയിൽ ഉണ്ടാകുന്നു. ഇതാണല്ലോ യഥാർത്ഥത്തിൽ പരാജയം. 9 മാസം കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു പ്രദേശം പോലും പിടിക്കാൻ കഴിയാതെ, ഒരു പ്രദേശം പോലും അവരുടെ പരിധിയിൽ വരുത്താൻ കഴിയാതെ ഇസ്രായേലിന്റെ സൈനികർ ഗസയിലെ മണലിലൂടെ ഇഴഞ്ഞു നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സൈനികരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ വരുന്നത്. അപ്പുറത്താണെങ്കിൽ ഹിസ്ബുള്ള അതിശക്തമായ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആ ഭാഗത്ത് ഹമാസിന്റെയും അതുപോലെ ഗസയിലെയും കാര്യം ഇങ്ങനെയാണെങ്കിൽ ലെബനാനിൽ ഇസ്രായേൽ എന്ത് ചെയ്യും? സൈനികർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ്. 3 ദിവസം കൊണ്ട് എന്തൊക്കെയോ നേടിയെടുത്ത് എന്ന് പറയുന്ന ആളുകൾക്ക് 9 മാസമാകുമ്പോഴും ഒന്നും നേടാൻ കഴിയാതെ പരാജയത്തിന്റെ കയ്പ് നീർ കുടിച്ചുകൊണ്ട് ആളുകളെ കൊന്ന് മുന്നോട്ട് പോവുകയാണ്. കയ്യിൽ കുറെ മിസൈലുകളുണ്ട്, കുറെ ആയുധങ്ങളുണ്ട്. അതായത് യുദ്ധ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ, അവരുടെ വീടുകളെ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇതെല്ലാം നശിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരു സൈനിക ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ലോകത്തിന് മുന്നിൽ വഷളായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രസ്താവനയോടുകൂടെ എന്താണ് ഇസ്രായേലിന്റെ സൈന്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും ഇടയിൽ നടക്കുന്നത് എന്ന് ആളുകൾക്ക് പരസ്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പുള്ള നെതന്യാഹുവിന്റെ പ്രസ്താവനയും ഇപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് വന്ന ഈ പ്രസ്താവനയും വലിയ രൂപത്തിലുള്ള വാഗ്വാദങ്ങളാണ് അവർക്കിടയിൽ നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്നു. ഇങ്ങനെ സൈനികർ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സൈന്യം ഈ ദൗത്യവുമായി മുന്നോട്ട് പോവുക എന്നത് നാം കണ്ടറിയേണ്ട കാര്യമാണ്. ലെബനാനിൽ ഇനി ഈ സൈന്യത്തെ കൊണ്ട് എന്താണ് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് അതിശക്തമായ ഭീഷണിയാണ് ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ള ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോ കണ്ടാൽ തന്നെ
യഥാർത്ഥത്തിൽ ഇസ്രയേലിലുള്ള ആളുകൾക്കിടയിൽ വലിയ ഭീതി പരത്തുന്നതാണ്. ഇസ്രയേലിന്റെ മുകളിലൂടെ ഈ ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ പറക്കുന്നു, മണിക്കൂറുകളോളം പറക്കുന്നു. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കോ റഡാറുകൾക്കോ കണ്ടെത്താൻ കഴിയുന്നില്ല. അവരുടെ ഓരോ പോയിന്റുകളും, ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ പോയിന്റുകളും അവർ ഹിസ്ബുള്ള മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇസ്രയേൽ സൈന്യത്തെയും ഭരണകൂടത്തെയും ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയ നിരാശ പിടികൂടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.